ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. ആ വെള്ളച്ചാട്ടത്തിൽ വീണിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ ഇറങ്ങരുത്, അവിടെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിട്ടാണ് പലരും ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതും വെള്ളത്തിൽ ഇറങ്ങുന്നതും. ആ അപകടത്തിലാണ് ശിഹാബുദ്ദീൻ മരണപ്പെടുന്നത്. അദ്ദേഹം سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിനും മതിമറന്ന ആഹ്ലാദങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ്. പക്ഷേ ചില നിമിഷങ്ങളിൽ ആ ആഹ്ലാദങ്ങൾ ഒരിക്കലും തീരാത്ത വേദനകളായിട്ട് മാറാറുണ്ട്. അങ്ങനെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ആ സന്തോഷങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ചില ആളുകളുണ്ട്. ആ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം തൻ്റെ മക്കളെയും കൂട്ടി സുഹൃത്തുക്കളെയും കൂട്ടി വന്ന ശിഹാബുദ്ദീൻ എന്നു പേരുള്ള ഒരു 45-കാരൻ. ഈ 45-കാരൻ മൂർക്കനാട് സ്വദേശിയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലൊരു വെള്ളച്ചാട്ടമുണ്ട്, പാലൂർക്കോട്ട വെള്ളച്ചാട്ടം എന്നാണ് പറയുക. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലെ അധികമാരും അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയ ആളുകളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുണ്ടോ? കോട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു കോട്ടയൊന്നുമില്ല, പക്ഷേ പ്രകൃതി ഒരുക്കിയൊരു കോട്ടയാണ്. കുറച്ചേറെ മലമുകളിലേക്ക് നടന്നിട്ട് വേണം, കാട്ടിനുള്ളിലൂടെ പോയിട്ട് വേണം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. അവിടെ മുമ്പ് ടിപ്പു സുൽത്താൻ തമ്പടിച്ചതൊരു പക്ഷേ പ്രകൃതി ഒരുക്കിയൊരു കോട്ടയായതുകൊണ്ടാവാം, അതുകൊണ്ടാണ് അതിന് പാലൂർക്കോട്ട വെള്ളച്ചാട്ടം എന്നൊരു പേര് വീണത്. കാണാൻ അതിമനോഹരമായൊരു സ്ഥലമാണ്. ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ മൂർക്കനാടുള്ള ശിഹാബുദ്ദീൻ, 45 വയസ്സേ പ്രായമുള്ളൂ. അദ്ദേഹം കുടുംബമുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നത്. ആ വെള്ളച്ചാട്ടത്തിൽ വീണിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ ഇറങ്ങരുത്, അവിടെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിട്ടാണ് പലരും ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതും വെള്ളത്തിൽ ഇറങ്ങുന്നതും. ആ അപകടത്തിലാണ് ശിഹാബുദ്ദീൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ 8 വയസ്സുള്ള ഷഹ്സാദിനും പരിക്കേറ്റിട്ടുണ്ട്, വേറെ മറ്റൊരാൾക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മരണപ്പെട്ടു പോയ യുവാവിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ പുഴയിൽ പോയി ചാടുക അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ പോകുക, ഇതൊക്കെ ഭയങ്കര വൈബും രസമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെയുള്ള പ്രാദേശികമായ അപകട മുന്നറിയിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീരാ വേദനയായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവച്ചാൽ നന്നായിരിക്കും. ഇനിയും നമ്മൾ പെരുന്നാൾ ആഘോഷങ്ങൾ ഇപ്പോൾ ഇന്നൊക്കെ സ്കൂൾ തുറന്നത് കൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകുന്ന കുറവായിരിക്കും, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. ഏത് ആഘോഷങ്ങൾ വരികയാണെങ്കിലും ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മലമുകളിലൊക്കെ വെള്ളത്തിൻ്റെ രീതികളൊക്കെ മാറും. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സ്വഭാവങ്ങൾ മാറും, പുഴയുടെ സ്വഭാവങ്ങൾ മാറും, ഒഴുക്കിൻ്റെ രീതികൾ മാറും, ആഴങ്ങളിലും ചുഴികളിലും അതോടൊപ്പം തന്നെ അടിയൊഴുക്കൊക്കെ ഉണ്ടാവാം. അതൊക്കെ അപകടത്തിന് കാരണമാണ്. അപ്പോൾ ശിഹാബുദ്ദീൻ എന്ന മലപ്പുറം ജില്ലയിലെ മൂർക്കനാടുള്ള ഒരാളാണ് മരണപ്പെട്ടത്. അതോടൊപ്പം കണ്ണൂരിലാണ് മറ്റ് 2 മരണങ്ങൾ നടന്നത്. കണ്ണൂർ തളിപ്പറമ്പുള്ള ഒരു 19 വയസ്സുള്ള ഷാഹിദ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി, SKSFൻ്റെ സജീവ പ്രവർത്തകനാണ്. എന്തോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാൾ, മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് എന്തോ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവന് പുഴയിൽ ഇന്നലെ വൈകുന്നേരം ഒരു 5:45 ആ സമയത്താണ്, മഗ്‌രിബിൻ്റെ കുറച്ച് മുൻപായിട്ട് പുഴയിൽ ഇറങ്ങിയപ്പോൾ ആ അപകടത്തിൽ മുങ്ങി മരണപ്പെട്ടത്. കണ്ണൂർ പഴയങ്ങാടിയിലുള്ള മുഹമ്മദ് ഫൈറൂസ് എന്നൊരു 15-കാരൻ തൻ്റെ സുഹൃത്തുക്കൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ടപ്പോൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതാണത്രേ. ഇതും ഇതേ സമയത്ത് തന്നെയാണ് ഈ 2 കുട്ടികളും മരണത്തിന് കീഴടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൽ ആരെങ്കിലും അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അല്ലാതെ നമ്മൾ ആവേശം കൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചാൽ അതും മരണത്തിന് കാരണമാവാം. ഈ മുഹമ്മദ് ഫൈറൂസിന് അപകടം പറ്റിയത് കൂടെയുള്ള ആളുകൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. ഒരു രക്തസാക്ഷിയുടെ പദവി അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹ്. ആ 2 കുട്ടികളുടെ കുടുംബത്തിനും അള്ളാഹു ക്ഷമ നൽകട്ടെ. 2 പേർക്കും മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്തത്. കണ്ണൂരിൽ ഇന്നലെ കേട്ട വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ്. ഈ വെള്ളത്തിലെ അപകടത്തിലൊക്കെ പെടുമ്പോൾ രക്ഷിക്കുന്നതിന് മുൻപ് ഈ ഒരു ഫയർഫോഴ്സിൻ്റെ ആളുകൾ പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 2 പേര് വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം, പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം കൂടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക, നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും, എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം.
ബാക്ക് സ്ട്രോക്ക് പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം ഭയങ്കര ഷോക്കിംഗ് ആയ കാര്യമാണ് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് മുഹമ്മദ് ഷിഫിൻ സയ്യിദ് എന്നൊരു 13-കാരൻ പെരുന്നാളിൻ്റെ ദിവസം വൈകിട്ട് സൈക്കിളിൽ പള്ളിയിലേക്ക് പോയ കുട്ടിയാണ് പൊടുന്നനെ അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ശനിയാഴ്ച ഇരുന്നല്ലോ പെരുന്നാൾ. അങ്ങനെ ഇവന് പള്ളിയിലേക്ക് സൈക്കിളായിട്ട് പോയതാണ്. പിന്നെ ഇവനെ കണ്ടിട്ടില്ല. ഇവനാ പോകുന്ന വഴിയിൽ കുഴഞ്ഞ് വീണ് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരാളാണോ, ഇപ്പോൾ ഒരുപാട് കോവിഡ് വാക്സിൻ്റെ ശേഷമാണോ, വാക്സിൻ കുത്തിവെച്ചതിന് ശേഷമാണോ ഇത്തരം മരണങ്ങൾ എന്നുള്ള പഠനങ്ങളൊന്നും സർക്കാർ ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായ പല പഠനങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയിലൊക്കെ പറയുന്നത് ഈ കുറഞ്ഞ പ്രായത്തിലുള്ള യങ്ങായ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നതിൽ കോവിഡ് വാക്സിന് വളരെ വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഒഫീഷ്യൽ ഒരു അഡ്രസ്സുകളോ ഭാവങ്ങളോ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. വിസാൽ മീഡിയ കാണുന്ന കുടുംബം പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂർ തൃപ്പങ്ങോടാണ് ഈ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീണ സംഭവം ഉണ്ടായത്. ഇതൊക്കെ പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ നമ്മളൊക്കെ വളരെ റാഹത്തായിട്ട് കൊണ്ടാടുമ്പോൾ ആ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചില കുടുംബങ്ങളാണ്. നമ്മൾ ടൂറ് പോകുന്ന ആളുകളാണെങ്കിൽ എവിടേക്കെങ്കിലും പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ആലോചിക്കുക. പുഴയിലോ കുളത്തിലോ വെള്ളച്ചാട്ടത്തിലോ ഒന്നും ഈ സമയത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത്. വളരെ ശ്രദ്ധ വേണം. നമ്മൾ ഈ ആഘോഷ സമയത്താണ് നമ്മൾ വല്ലാതെ അശ്രദ്ധരായി പോകും. ആ അശ്രദ്ധ ഒരു തീരാ വേദനയായിട്ട് മാറാനിടവരരുത്. അപ്പോൾ മൂർക്കനാടുള്ള ശിഹാബുദ്ദീൻ കുടുംബത്തിൻ്റെ നാഥനാണ് ഇല്ലാതായത്. കണ്ണൂരുള്ള 2 കുട്ടികൾ 19ഉം 13ഉം വയസ്സുള്ള കുട്ടികൾ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇല്ലാതായത്. ഈ മലപ്പുറം തൃപ്പങ്ങോടുള്ള ഈ മുഹമ്മദ് എന്ന പേരിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടൊരു കുട്ടി, ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അബ്ദുറഹീം എന്ന പേരുള്ള ഒരേ ഒരു മനുഷ്യൻ മാത്രം ഹജ്ജിന് വന്നൊന്ന്. ഇത്തവണ 16 ഏകദേശം 17 ലക്ഷത്തോളം ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒഫീഷ്യൽ കണക്ക്. വളരെ സംശുദ്ധമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സൈന്യങ്ങളെ ഇറക്കിയിട്ട് വളരെയധികം കറക്റ്റായിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത ഹജ്ജായിട്ട് മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒരേ ഒരു മനുഷ്യൻ, അബ്ദുറഹീം എന്നാണ് ഈ ഹാജിയുടെ പേര്, മധ്യ അമേരിക്കയിലെ ബെലീസ് എന്നു പേരുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഈ മനുഷ്യൻ വന്നിട്ടുള്ളത്. ആകെ ആ നാട്ടിലെ 500 മുസ്ലിങ്ങളെ ഉള്ളൂ. ഈ അബ്ദുറഹീം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അബ്ദുറഹീം ഒരു ക്രിസ്ത്യാനിയായിട്ട് തൻ്റെ 20ാമത്തെ വയസ്സിൽ ഒരു ഖുർആൻ പരിഭാഷ വായിക്കാനിടയായി. ഈ മെക്സിക്കോയുടെയും ഇതിനിടയിലുള്ള ഒരു ദ്വീപിനുമിടയിലുള്ള ഒരു മധ്യ അമേരിക്കൻ രാജ്യമാണ് ഈ ബെലീസ്. അങ്ങനെ ഈ ഖുർആനിങ്ങനെ വായിക്കുമ്പോഴാണ് ഉദഊനി ഫഅസ്തജിബു ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഖുർആനിൻ്റെ ഭാഷ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയും സമീപസ്ഥനായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മതം, ഇതാണ് സത്യത്തിൽ ക്രിസ്ത്യൻ യുവാവിനെ ആകർഷിപ്പിച്ചത്. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് ഓൺലൈനായിട്ട് പഠിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ആ രാജ്യത്ത് നിന്ന് ആദ്യമായിട്ടൊരു മനുഷ്യൻ ഹജ്ജിന് വരികയാണ്. അബ്ദുറഹീം എന്ന പേരാണ് ഈ ഹാജി. ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട ഒരു വസ്തുതയാണ്. ആകെ രാജ്യത്തുള്ള മുസ്ലിങ്ങളുടെ എണ്ണം 500 പേരേ ഉള്ളൂ. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഇത്തവണ ഒരേ ഒരു മനുഷ്യനെ ഹജ്ജിന് വന്നിട്ടുള്ളൂ. അബ്ദുറഹീം എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. മാഷാ അല്ലാഹ്. ഒരു പക്ഷേ ആ രാജ്യത്തിന് വളരെ പ്രചോദനകരമായ ഒരു ഹജ്ജായിട്ട് മാറും അത്. അള്ളാഹു ആ മനുഷ്യൻ്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ. അങ്ങനെയൊക്കെ 171 രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തവണ ഹജ്ജിന് വന്നിട്ടുള്ളത്. 181ഓളം രാജ്യങ്ങളുണ്ട്. അതിൽ ഇത്തവണ ഹജ്ജിന് വന്നത് 171ഓളം രാജ്യങ്ങളിൽ നിന്നാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തുനിന്ന് ഒരേ ഒരു ഹാജി വന്ന രാജ്യം ഈ ഒരു രാജ്യം മാത്രമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിക്കുന്നത് പോലെ നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ച് നേരത്തെ മദീനയിൽ പോകാത്ത ആളുകളൊക്കെ ഇനി പുണ്യ മദീനയിലേക്ക് പോകാൻ. അപ്പോൾ ഹജ്ജ് എന്നുള്ളതൊരു ഒരു പ്രത്യേക ആനന്ദമുള്ള ഒന്നാണ്. നമ്മളിതിന് ആരുടെ ഹജ്ജാണ് സ്വീകരിക്കുക, ആരുടെ ഹജ്ജാണ് അള്ളാഹു തള്ളിക്കൾ, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനോ അല്ലെങ്കിൽ കണ്ടിട്ട് പറയാനോ ഒന്നും സാധ്യമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കെപ്പോഴും നമ്മളും ആ ഹജ്ജിലായിട്ട് ജീവിക്കാനും ഹജ്ജിലായിട്ട് മരണപ്പെടാനും. ഹജ്ജിലായിട്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുമ്പോൾ മരണപ്പെടുക എന്നല്ല, ആ ഹാജിയുടെ വിശുദ്ധിയിൽ പിന്നീട് ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് മരണം എന്നുണ്ടെങ്കിലോ അത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. അത് വെള്ളത്തിൽ വീണിട്ടോ പുഴയിലൊഴുകിയിട്ടോ അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ വേണമെങ്കിലും ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും എനിക്ക് ഈ ഹജ്ജിൻ്റെ ഒരു മനുഷ്യൻ ഹജ്ജിന് വന്ന അബ്ദുറഹീമിൻ്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. ലോകരാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഹജ്ജിന് പറഞ്ഞേക്കുമ്പോൾ ഒരേ ഒരു മനുഷ്യൻ വളരെ വലിയ പ്രതീകമായിട്ട് ഇനിയും പടരാനുണ്ട് ഈ മതം. ഇസ്ലാമിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, കാലങ്ങളെ അതിജീവിക്കുന്നതാണെന്ന് ലോകത്തിന് പരിചയപ്പെട്ടു വരുന്നുണ്ട്. ആ പരിചയങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇസ്ലാമിൽ
ഇസ്ലാമിലേക്ക് വരും. ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്നതിലും ഈ ക്രിസ്ത്യൻ യുവാവിൻ്റെ ഈ ഒരു ഹജ്ജ്, ക്രിസ്ത്യൻ യുവാവ് എന്ന് പറയാൻ പറ്റില്ല, അബ്ദുറഹീം എന്ന പേര് സ്വീകരിച്ചു മതം മാറി മനുഷ്യൻ്റെ ഹജ്ജ് വളരെ സന്തോഷം തോന്നി. പിന്നെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോക്ക് ചോദ്യം ചോദിച്ചിരുന്നത് ജംറകൾ സ്ത്രീകൾ എത്ര എണ്ണമാണ് സ്ത്രീകൾ എന്നല്ല, ജംറകളിൽ എത്ര എണ്ണമാണ് കല്ലെറിയേണ്ടത് എന്നാണ്. സതാനിക് ആ ഒരു ചിന്തയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് 7 എണ്ണമാണെന്ന് എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം എഴുതി. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവിൽ ഈ പന്നികളെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കെണി വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി ആ കെണിയിൽ കുടുങ്ങിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വളരെ ദാരുണമായ സംഭവം. ആ ഒരു വിദ്യാർത്ഥിയുടെ പേരെന്താണെന്നുള്ളതാണ്. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.